മാർക്കോ സിനിമയ്ക്ക് ശേഷം ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയുടെ 6ാമത്തെ സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ള നിലയിൽ വിശേഷണങ്ങൾ പല പ്രമുഖ മീഡിയാസും ഒരു ഫീച്ചറായിട്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു. അത്രത്തോളം ഇമ്പാക്റ്റ് മാർക്കോ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. ആസ് ആൻ ആക്ടർ ഉണ്ണി മുകുന്ദന്റെ കരിയറിൽ ഒരു വലിയ സ്റ്റാർഡം സപ്ലൈ ചെയ്ത സിനിമയാണ് മാർക്കോ, അതിനൊരു സംശയമില്ല. അപ്പോൾ ഉണ്ണി മുകുന്ദൻ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ഫാമിലി സബ്ജക്റ്റിലൊക്കെ ആ ഒരു പ്രതീക്ഷാഭാരം ഇനി തൊട്ട് വരില്ലേ? അതൊരു നെഗറ്റീവ് പെർസ്പെക്റ്റീവ് ആയിട്ട് സിനിമയെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ബ്രദർ, ഞാൻ ആക്ച്വലി ഒരു സിനിമയും ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് വിചാരിച്ച് ചെയ്യുന്നില്ല. ലൈക്ക് നമ്മൾ ഇപ്പോൾ എടുത്തു പറഞ്ഞത് ഗെറ്റ്സ് എ ബേബി കഴിഞ്ഞിട്ടാണ് സിനിമ ചെയ്യുന്നത്. റിലീസ് നേരത്തെ ആയി പോയെന്നേ ഉള്ളൂ. അതൊരു ടെക്നിക്കൽ റീസണാണ്. നമുക്ക് അങ്ങനെ ആയിപ്പോയി, അതും പ്ലാൻഡ് അല്ല. നെക്സ്റ്റ് 1-2 പടങ്ങൾ ഓൾറെഡി സൈൻ ചെയ്ത് എൻ്റെ ടീം അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് മാർക്കോ ഇങ്ങനെ ആയി എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലുമില്ല, പ്രൊഫഷണൽ തീരുമാനങ്ങളും ഇല്ല. ഞാൻ ട്രൈ ചെയ്യും സിനിമകളുടെ. ഇപ്പോൾ മാർക്കോ പ്രൊഡക്ഷൻ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി ഉണ്ട്. ആ പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. ബിക്കോസ് അത് ഗെറ്റ്സ് എ ബേബിയിലുണ്ട്. ഇനി വരാൻ പോകുന്ന സിനിമകൾ അങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് നല്ലൊരു സ്ട്രെസ്സാണ്. അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അടുത്ത സിനിമ ഏതാണ്, ഏത് സിനിമ ചെയ്താലാണ് കുറച്ചും കൂടി നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക. ഞാൻ കാരണം ഇപ്പോൾ മലയാള സിനിമയിൽ എന്തെങ്കിലും ഒരു ആഡ് ഓൺ സംഭവിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്ന് വെച്ച് ഞാൻ ഒരു പാൻ ഇന്ത്യ സിനിമകൾ ചെയ്യാൻ ഞാൻ ഒരു സ്ഥലത്ത് പോലും മാർക്കോസ് പാൻ ഇന്ത്യ മൂവി എന്ന് ഞാൻ എൻ്റെ ടീമിൽ പറഞ്ഞിട്ടില്ല. ആ സിനിമ മെറിറ്റിൽ സഞ്ചരിച്ച സിനിമയാണ്. ആ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ആക്ഷൻ, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, പെട്ടെന്ന് ട്രാവൽ ചെയ്യും. ഗെറ്റ്സ് എ ബേബി ഇസ് എ ബിഗർ കോൺസെപ്റ്റ് വൈസ് കുറച്ചും കൂടി യൂണിവേഴ്സൽ സബ്ജക്റ്റാണ്. പക്ഷേ അതിൻ്റെ പാക്കേജിങ്ങിൽ നമുക്ക് എല്ലാ റീജിയനിൽ എല്ലാ ആൾക്കാർക്കും നമ്മുടെ തമാശകൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിന് റീമേക്ക് ആവാൻ സാധിക്കും. അപ്പോൾ റീമേക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ഗെറ്റ്സ് എ ബേബി എന്ന മലയാള സിനിമ റീമേക്ക് ചെയ്ത് ഇന്ന സ്ഥലത്ത് പോയി. ബിക്കോസ് ഈ ഗൈനക്കോളജി അല്ലെങ്കിൽ IVF സർവീസ് ഒക്കെ ഡിസ്കസ് ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. നമ്മുടെ റിലീസിന് മുന്നേ ഒരുപാട് ഹിന്ദി സിനിമകളുടെ റീമേക്കാണോ ഈ സിനിമ എന്ന് ആൾക്കാർ കമൻറ്റുകൾ ഇടുന്നുണ്ടായിരുന്നു. നമ്മുടെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ആവാനേ പാടില്ല എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ആവില്ല. ഈ സിനിമ ഈ സ്റ്റൈലിൽ വേറെ എവിടെയും വന്നിട്ടില്ല. അപ്പോൾ ഒരു റീമേക്കിന് സാധ്യത ഈ സിനിമയ്ക്കുണ്ട്. ഇപ്പോഴും ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് എൻ്റെ ഈ പടത്തിൻ്റെ ഹിന്ദി വേർഷൻ, തെലുങ്ക് വേർഷൻ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർക്ക് സജീവ് ഈ മീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ മീറ്റിംഗ് വരും. അപ്പോൾ നമ്മുടെ സന്തോഷം എന്ന് വെച്ചാൽ സിനിമയുടെ പ്രൊഡക്ഷൻ വാല്യൂ അല്ല ഈ സിനിമയുടെ വലിപ്പം. എപ്പോഴും ഐഡിയ ആണ് വലുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഇപ്പോൾ മാർക്കോയെ പോലെ നമുക്ക് അത്രയും പൈസ അതിന് വേണ്ടി വന്നില്ല. പക്ഷേ ഈ സബ്ജക്റ്റിന് വേണ്ടി ഒന്ന് ഒരു നല്ല തുകയുണ്ട്. അത് ജെനുവൻലി സബ്ജക്റ്റിൻ്റെ എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് വലിയ സന്തോഷമുണ്ട്. അതിൽ ഞാൻ സജീവനും കിങ്സ്മാൻ എന്നുള്ള സിനിമ പ്രൊഡക്ഷൻ സപ്പോർട്ടും വേറെ പ്രൊഡ്യൂസറുണ്ട്. അവരെല്ലാവർക്കും നന്ദി പറയുന്നത്. ബിക്കോസ് ഒരു സിനിമ പറഞ്ഞ ഹോസ്പിറ്റലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. പറഞ്ഞ ഹോസ്പിറ്റൽ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഗ്ലൂമിയായി. ഞാനും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നില്ല. ഭയങ്കര കളർഫുൾ ഷർട്ടൊക്കെ സത്യം എന്നോട് അതിനെ ഇടിപ്പിച്ചതാണ്. ഇങ്ങനെയായിട്ട് കുറച്ച് രസമായിട്ട് വരും എന്ന് പറയുന്നത്. സോ അത് സജീവിൻ്റെയും വിനയുടെയും കൂടി എഫേർട്ട് ഉണ്ടായിരുന്നു. ഞാനും കൺവിൻസ്ഡ് ആയി. ഓക്കെ ഫൈൻ, നമുക്ക് അങ്ങനെ ചെയ്യാം. സോ സിനിമകൾ ഇങ്ങനെ അങ്ങോട്ട് ഭാരമായിട്ടൊന്നും വരാൻ പോകുന്നില്ല. എൻ്റെ കയ്യിലുള്ള സബ്ജക്റ്റുകൾ താങ്ക് ഗോഡ് അത് കുറച്ചും കൂടി ഒരു യൂണിവേഴ്സൽ ഐഡിയാസാണ് എന്നെ ഉള്ളത്. ഇങ്ങനെ കൊച്ചു സിനിമ എന്ന് എനിക്ക് പറയാനേ തോന്നുന്നില്ല. എൻ്റെ അടുത്ത് ഇത് ഞാൻ ജയഗണേഷ് ചെയ്ത സമയത്ത് പറയും ഒരു കുഞ്ഞു സിനിമ, അതെനിക്ക് ബഡ്ജറ്റിലല്ല ചെറുത്. നിങ്ങൾ പൈസ മുടക്കിയിട്ട് സിനിമ ചെറുത് വലുതാവില്ല. നിങ്ങൾ മുടക്കുന്ന പൈസ ഏത് സബ്ജക്റ്റിലേക്കാണ് പോകുന്നത് അവിടെയാണ് സിനിമ വലുതാവുന്നത് ചെറുതാവും. എന്നെ സംബന്ധിച്ച് ഒരു സ്പെഷ്യലി ഏബിൾഡ് വ്യക്തിയുടെ ജീവിതം സിനിമ അല്ലെങ്കിൽ അവരെക്കുറിച്ച് സിനിമ എടുത്ത് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വീഴ്ചയിലിരിക്കുന്ന ഒരു സാധാരണ വ്യക്തിനെ ഭയങ്കര പവർഫുള്ളായിട്ട് കാണിച്ചത് എന്നെ സംബന്ധിച്ച് ഭയങ്കര മാസ് മൂവിയായിട്ടാണ് ഞാൻ ജയഗണേഷിനെ സമീപിച്ചത്. അതിൽ ആകെ ഒരു ഹൈ പോയിന്റ് എന്ന് വെച്ചാൽ ഏറ്റവും അവസാനം എണീറ്റ് നിൽക്കുന്നു. ആ തോട്ടിൽ ഭയങ്കര റെലവൻസ് ഉണ്ട്. അത് നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ചാൽ വരും. ആസ് എ പ്രൊഡ്യൂസർ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സജീവ് എന്നോട് ചോദിച്ചത് ആവേശം എന്ന സിനിമയോടൊപ്പം റിലീസ് ചെയ്യണം. എനിക്ക് മനസ്സിലായി യെസ്, യൂത്ത് എല്ലാവരും ആവേശം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ആ സിനിമ എടുത്തത് ഒരു ഇൻക്ലൂസീവ്നെസ് എന്നൊരു ഐഡിയ തന്നെ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എല്ലാവരെയും കുറിച്ച് കൊണ്ടുവന്നു. പക്ഷെ അങ്ങനെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് സിനിമ ചെയ്തിട്ട് വലിയൊരു സിനിമ വരുമ്പോൾ കുഞ്ഞുപടം റിലീസ്
മാറ്റിയാൽ നന്നായിരിക്കും സാമ്പത്തികമായിട്ട് എന്ന് ഒരു തോന്നലുണ്ടായപ്പോൾ അത് തോട്ട് എന്താണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിച്ചത്. ദാറ്റ്സ് വൈ ദ മൂവി വാസ് റിലീസ്ഡ്. ഞാൻ എപ്പോഴും പറയുന്നത് എന്നെ സംബന്ധിച്ച് ആസ് എൻ ആക്ടർ ഓൾസോ പ്രൊഡ്യൂസർ ഓൾസോ ഞാൻ പൈസ മുടക്കുന്നത് ആശയത്തിലേക്കാണ്. ഒരു എന്താ പറയുക ലോജിസ്റ്റിക്സ് നോക്കിയിട്ടല്ല. അതുകൊണ്ട് മാർക്കുന്ന സിനിമയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഷരീഫ് എന്ന എൻ്റെ സുഹൃത്ത് ഇതിൽ പ്രൊഡക്ഷനിലേക്ക് തന്നെ കൂടെ വന്നപ്പോൾ ഷരീഫിന് കൃത്യമായിട്ട് മനസ്സിലായി ഈ സിനിമ ഈ രീതിയിൽ എടുത്താലേ നിങ്ങളിപ്പോൾ പറയുന്ന അപ്രിസിയേഷൻ നമുക്ക് കിട്ടുള്ളൂ. അതൊരു വലിയ റിസ്ക് ആയിരുന്നു. പക്ഷേ മൂവി ബിസിനസ് റിസ്കി ആണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇതിൽ പ്രൊഡക്ഷനിൽ വരുന്ന എല്ലാവരും സജീവനും കൃത്യമായിട്ട് അറിയാം ഇറ്റ്സ് എ റിസ്കി ബിസിനസ്, ഗാംബിൾ ബിസിനസ്. ഇതിൽ ഒരാളും ആരോടും മുടക്കിയ പൈസ ഓൺ ദ ടേബിൾ കിട്ടുമെന്ന് വാഗ്ദാനം പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡ് കേസാണ്. അങ്ങനെ പറഞ്ഞ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പൂവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബിസിനസ്സാണ്. സിനിമ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബിസിനസ് മോഡലിൽ നിൽക്കുന്ന സമയത്ത് എന്നിലെ പ്രൊഡ്യൂസർ എന്നിലെ നടനെ ഉപദ്രവിക്കാതെ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. എനിക്ക് നല്ല സിനിമകളും ചെയ്യാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റും കഴിഞ്ഞ പടത്തിൽ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ പടത്തിൽ പ്രോഫിറ്റ് ഉണ്ടാകും, എൻ്റെ സുഹൃത്തും ഉണ്ടാകും. ഞാൻ പറഞ്ഞു അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് സമയം അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്രാഫ്റ്റ്. നിങ്ങൾ സിനിമ ഭയങ്കര മഹത്തായ കാര്യമാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊരു ബിസിനസ്സാണെന്ന് മറക്കാതെ ഇപ്പോൾ ഇതിൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളും നമ്പേഴ്സൊക്കെ ഇട്ടിട്ട് സജീവിന് തന്നെ ഒരുപാട് ഒരു ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ആൾക്കാർ വരുന്നു, പേടിച്ച് പോകുന്നു, അനാവശ്യമായിട്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുന്നു. ബട്ട് ഇതൊരു മൂവി ബിസിനസ്സാണ്. ഒരു സ്ഥലത്തും ഇതൊരു ഗ്യാരണ്ടീഡ് കരിയറായിട്ട് നിങ്ങൾക്ക് തോന്നി കാണില്ല. നിങ്ങൾക്ക് എല്ലാ ആഴ്ച സിനിമ കിട്ടുന്നുണ്ടോ? കഴിഞ്ഞ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചിലപ്പോൾ സ്ട്രൈക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? സോ എന്നെ സംബന്ധിച്ച് സ്ട്രൈക്ക് ഒക്കെ പറയുന്നത് ഭയങ്കര വേസ്റ്റ് സ്പേസ് ഇൻ എനി ഇൻഡസ്ട്രി. പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡെഡാക്കിയിട്ടുള്ള ഒരു കാര്യത്തിനും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഞാൻ ആകെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മേനെ നോക്കുന്നത് ഈ ജോലി ചെയ്തിട്ടാണ്. അതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ആൻഡ് ഐ ഫീൽ അങ്ങനത്തെ ഒരു പ്രവണത ലൈക്ക് ഒരു ഇൻഡസ്ട്രിയും കേരളത്തിൽ എവിടെ ഉണ്ടാകാൻ പാടില്ല. സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇൻട്രസ്റ്റിംഗ് മോഡലായിരുന്നു. ദീസ് ഡേയ്സ് ഇറ്റ് ഇറ്റ്സ് നോട്ട് ഫെയർ ഓൾസോ. ബിക്കോസ് നമുക്ക് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വേറെ ആരും വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ബിക്കോസ് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രയോ കുടുംബങ്ങൾ ഇതിൽ ജീവിച്ചു പോകുന്നുണ്ട്. അതും താരങ്ങളുടെ അവിടെ ഇരിക്കട്ടെ, അത് വാട്ട് എവർ ഇറ്റ് ഈസ് ഡെയിലി